ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിഡ്സിനുള്ള അബായ കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. റണ്ണിങ് മെറ്റീരിയലിൽ നിന്നും നമുക്ക് അബായക്കുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ മുകൾ പാർട്ടിലേക്ക് വേണ്ടത് വിഡ്ത്ത് അനുസരിച്ച് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിന് ഫ്രണ്ട് പാർട്ടിൽ തന്നെ നമുക്കൊരു 24 ഇഞ്ച് വിഡ്ത്ത് വേണം. ബാക്ക് പാർട്ടിൽ 25, അതനുസരിച്ച് 24 വേണം. അതനുസരിച്ച് നമ്മളിവിടെ 25 ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ മെറ്റീരിയൽ 60 ഇഞ്ച് വിഡ്ത്തുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വീതിക്കാണ് നമ്മൾ കട്ട് ചെയ്ത് ലെങ്ത് എടുക്കുന്നത്. അപ്പം നമുക്ക് ലെങ്ത്, ഒരു പീസിൻ്റെ ലെങ്ത് നമുക്കിവിടെ കിഡ്സിനായതുകൊണ്ട് മുകൾ പാർട്ട് മാത്രം എടുക്കുന്നത് കൊണ്ട് നമുക്കൊരു 25 ഇഞ്ച് ലെങ്താണ് നമ്മളിവിടെ മുകൾ പാർട്ടിലേക്ക് എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് ഇതുപോലെ മടക്കിയിടുക. എന്നിട്ട് നമുക്ക് ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. ലെങ്ത് 25 നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് 2ആയിട്ട് മടക്കിയിടുമ്പോൾ നമുക്ക് 30ആണ് കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ 25 മതി. 25 വെച്ച് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് നെക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് താഴേക്ക് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് ഞാനിവിടെ 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഷോൾഡർ 5.5 ഇഞ്ചും കൈക്കുഴി 5.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു 5 വയസ്സുള്ള കിഡ്സിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബ്രസ്റ്റ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് അതിനുശേഷം നമുക്കിവിടെ ഷേപ്പ്, ബ്രസ്റ്റിനേക്കാൾ 1 ഇഞ്ച് കുറച്ച് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ കൈക്കുഴി വളച്ച് വരച്ച് ഷേപ്പും എല്ലാം കറക്റ്റായിട്ട് വരച്ച് കൊടുത്ത് താഴെ വരെ വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണെങ്കിൽ ഞാൻ ഇതുപോലെ സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ടിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. താഴ്ഭാഗം നമ്മളിതുപോലെ വളച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അബായയ്ക്കായതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട് നെക്ക് നമുക്കിതുപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഫ്രണ്ട് നെക്കിനുള്ള ലെങ്ത് നമ്മളിവിടെ 4ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. പ്രസ് ബട്ടൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓപ്പണിങ്ങും കൊടുത്തു. താഴത്തേക്ക് ഞൊറിയിടാനുള്ള മെറ്റീരിയൽ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 12 ഇഞ്ച് ലെങ്തിൽ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 പീസ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് 60 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ്. 2 പീസ് നമുക്ക് ധാരാളമാണ് ഇതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ലെങ്ത് ഞാനിവിടെ 22ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇലാസ്റ്റിക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് സ്ലീവിന് ഇച്ചിരി ലെങ്ത് കൂട്ടിയിട്ട് എടുക്കണം. ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലെങ്ത് കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ ചുരുങ്ങി മുകളിലേക്ക് കയറും. അതുകൊണ്ട് നമുക്ക് ലെങ്ത് ഇച്ചിരി കൂട്ടിയിട്ട് എടുത്തിട്ട് നമ്മൾ സാധാരണ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കൈക്കുഴി 5.5 എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ സ്ലീവിൻ്റെ കൈക്കുഴി നമ്മൾ എടുക്കേണ്ടത് ഒരു 8ആണ്. അപ്പം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനാണുള്ളത്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അടിച്ചു മറിക്കാനുള്ള നെക്കിൻ്റെ മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റിനും ഞാൻ ഓവർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് നമുക്ക് നല്ല പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രസ് ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനുള്ള അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും താഴേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നെക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഇതിനു മുമ്പ് വലിയ അബായൊക്കെ സ്റ്റിച്ച് ചെയ്ത സമയത്തൊക്കെ ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അതേ സെയിം മെത്തേഡിൽ തന്നെ ഇവിടെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിതുപോലെ ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക. ഇതുപോലെ ആ പ്രസ് ബട്ടൻ്റെ അവിടെയൊക്കെ ഉള്ളിലേക്കും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക. കൊത്തിട്ട് കൊടുത്ത് ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക. മറ്റേ സൈഡും ഇതുപോലെ തന്നെ കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ മറിച്ചെടുക്കുക. കറക്റ്റായിട്ട് മറിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫുള്ളായിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അരികത്ത് കൂടി
സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതാ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സൂചി നിർത്തി കൊടുക്കുക. എന്നിട്ട് പ്രഷർ കൊടുത്തിട്ട് ഇതുപോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. വീണ്ടും ഒരു സൈഡ് കൂടി നമുക്ക് നെക്കിൻ്റെ ഒരു സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അവിടെയും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുക്കാനായിട്ട് ആദ്യം ബാക്ക് പാർട്ട് എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് അടിച്ചു മറിക്കാൻ ഒരു പീസ് ഇതുപോലെ എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് മൂന്നും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മറു സൈഡ് എത്തുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഷോൾഡർ തമ്മിൽ ഒരുമിച്ച് പിടിച്ച് കൊടുക്കുക. ഒരുമിച്ച് വെച്ച് കൊടുത്ത് അതും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഷോൾഡർ തമ്മിൽ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ ഒരുമിച്ചിട്ട് നമ്മൾ മറിച്ച് വെക്കാനുള്ള പീസ് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്ക് പാർട്ട് മാത്രം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഉള്ളിലേക്കൊന്ന് പ്രഷർ അടിച്ചു കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് അരികത്ത് കൂടി ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. ബാക്കിലേക്ക് നമ്മൾ അടിച്ച് മറിക്കാൻ വെച്ച് കൊടുത്ത മെറ്റീരിയൽ ബാക്കിലേക്ക് വെച്ച് കൊടുത്ത് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് വെച്ച് അരികത്ത് കൂടി ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റിന് പിടിച്ചു കൊടുത്ത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കത് മറിച്ചിട്ടിട്ട് ഉള്ളിലൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നമുക്ക് ഇതുപോലെ മറിച്ചിടുക. മറിച്ചിട്ടിട്ട് നമ്മൾ ആ മറിച്ച മെറ്റീരിയലിനെ അരികത്ത് കൂടി വീണ്ടും ഒന്നുകൂടി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ പടി കണക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ബാലൻസ് വന്ന മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതുപോലെ വരും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സെൻറ്ററിൽ സ്ലീവ് വെച്ച് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ സ്ലീവ് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീണ്ടും മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് കയറ്റാൻ ഭാഗത്തിന് 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് നമുക്കിതിൽ കയറ്റി കൊടുക്കാം. 1 ഇഞ്ചോ അര ഇഞ്ചോ വീതിയുള്ള ഇലാസ്റ്റിക് നമുക്കിതിൽ കയറ്റി കൊടുക്കാം. ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തത് നമുക്കിതുപോലെ ഇലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ കയറ്റി കൊടുക്കുക. ഇതുപോലെ കയറ്റി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇലാസ്റ്റിക് കടത്തി കൊണ്ടുവന്ന സൈഡ് ഞാനിവിടെ ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഇവിടെയും ഈ അരികും നമുക്കതുപോലെ കറക്റ്റായിട്ട് സ്ലീവ് വെച്ച് കൊടുത്തിട്ട് ഇലാസ്റ്റിക് എന്തോരം വേണമെന്ന് നോക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാലൻസ് വരുന്ന ഇലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്കിതുപോലെ സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് അതൊന്ന് വലിച്ച് പിടിച്ച് സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി സെൻറ്ററിൽ കൂടി നമ്മളൊന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു ഫിനിഷിങ് വരും, നല്ല വൃത്തിയായിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ സ്ലീവ് ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് രണ്ട് സൈഡ് ഒരുമിച്ച് പിടിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് അരികത്ത് കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ വരെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ വരെ നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ അബായ എടുത്തിട്ട് മടക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഞാൻ രണ്ട് സൈഡും ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ ഈ പറഞ്ഞത് തൊട്ട് നമുക്കിതുപോലെ രണ്ടായിട്ട് കറക്റ്റായിട്ട് ഒന്ന് മടക്കിയിടുക. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ അരികം ഞാൻ പിന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. താഴ്ഭാഗം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പീസ് ഇത് നമുക്ക് താഴത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത പീസിനെ രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. രണ്ടും കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ മുകളിലത്തെ പീസുമായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞൊറിവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴത്തെ പീസിന് കറക്റ്റായിട്ട് വെച്ച് ഞൊറിവിട്ട് കൊടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ ഞൊറിവിട്ട് കൊടുക്കുക.
ചെറിയ ചെറിയ ഞൊറിവിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആ ഫ്രണ്ടിലത്തെ പാർട്ടിൽ മാത്രം ഞാൻ ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് പഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ പോയി കാണുക. ഇപ്പം ഞാൻ ഇതിന് ചുറ്റിനും ഞാനിതുപോലെ ചെറിയ ചെറിയ ഞൊറിവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ചെറിയ ചെറിയ ഞൊറിവിട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.